നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വീഡിയോയിലെ വിഷയം 1202 മലയാള പുതുവർഷ സമ്പൂർണ്ണ രാശിക്കൂർ ഫലം എടവക്കൂറിന്റെ ഫലമാണ് ഞാൻ പറയുന്നത്. എടവക്കൂർ 1202 മലയാള പുതുവർഷത്തെ സമ്പൂർണ്ണ രാശിക്കൂർ ഫലം, അതിൽ എടവക്കൂറിന്റെ ഫലമാണ്. ഈ പുതുവർഷത്തിൽ വേഴം ഇവർക്ക് 3ഉം 4ഉം ഭാവങ്ങളിലും, ശനി 11ഉം 12ഉം ഭാവങ്ങളിലും, രാഹു 10ഉം 9ഉം ഭാവങ്ങളിലും സഞ്ചരിക്കുന്ന ഒരു കാലമാണ് ഇവർക്ക് ഉണ്ടാകുന്ന ഒരു സമയം. ഈ സമയം ഇവരെ സംബന്ധിച്ച് അംഗീകാരങ്ങളും ധനം കിട്ടുന്ന ധനാഗമന മാർഗങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ്. സുഹൃത്തുക്കൾ വഴി ലാഭം കിട്ടുന്ന ഒരു സമയമാണ്. അതുകൂടാതെ അപകട സാധ്യതയും ഈ വർഷം ഇവർക്ക് കാണുന്നുണ്ട്. ചില അപകടങ്ങളിൽ ചെന്ന് പെടാൻ ഒരു സാധ്യതയുണ്ട്. സ്വയപ്രയത്നം കൊണ്ട് സ്ഥാനമാനലബ്ധി ഉണ്ടാക്കാൻ ഇവർക്ക് കഴിയും. ദൂരയാത്ര എന്നിവ സാമാന്യമായും നല്ല വിധത്തിൽ ഉണ്ടാകുന്നതാണ്. അതായത് നല്ല വിധത്തിൽ ദൂരയാത്രയൊക്കെ ചെയ്യാനുള്ള ഇടവരും ഇവരെ സംബന്ധിച്ച്. സ്വയം സംരംഭങ്ങൾ തുടങ്ങാൻ ഇവർക്ക് കഴിയുന്നതാണ്. സ്വയം സംരംഭങ്ങൾ തുടങ്ങാനോ അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ നടത്തുവാനോ ഒക്കെ അവസരം ഈ വർഷം ഇവർക്ക് ഉണ്ടാകുന്നതാണ്. പാരമ്പര്യമായി സ്വത്തുക്കൾ കിട്ടാൻ ഇടവരും. അവർക്ക് സ്വത്തുക്കൾ കിട്ടാനുണ്ടെങ്കിൽ പാരമ്പര്യമായി സ്വത്തുക്കൾ കിട്ടാൻ ഇടവരും. അതുകൂടാതെ ശ്രദ്ധക്കുറവ് ഉണ്ടാകാനും അതുവഴി ചില തടസ്സങ്ങൾ ഉണ്ടാകാനും ഇവർക്ക് സാധ്യതയുണ്ട്. ബിസിനസ് ആവശ്യങ്ങൾക്കായി ധാരാളം യാത്ര ചെയ്യേണ്ട ഒരു വർഷമാണ് ഈ വർഷം. അന്തസ്സും ആദരവും ഇവരെ തേടി വരുന്ന ഒരു സമയം. ഇവർക്ക് അന്തസ്സും കിട്ടും, ആദരവ് കിട്ടും, സഹാനുഭൂതിയും ബഹുമാനവും ഇവർക്ക് കിട്ടുന്ന വർഷമായിരിക്കും. കാര്യങ്ങൾക്ക് വിജയം ഉണ്ടാവുകയും സൗഭാഗ്യം, സ്ഥാനമാനലബ്ധി, വസ്ത്രലാഭം, ഉത്തമമായ പദവി, അതുകൂടാതെ ശത്രുനാശം എന്നിവയും ഇവർക്ക് ഈ വർഷം ഉണ്ടാകുന്നതാണ്. ഉദരസംബന്ധമായ രോഗം പിടിപെടാൻ സാധ്യതയുണ്ട്. സഞ്ചാരം നിമിത്തം യാത്രാ ക്ലേശങ്ങൾ ചില സമയങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കീഴ് ജീവനക്കാരുടെ ജോലിയിലെ ശ്രദ്ധക്കുറവ് മൂലം ഇവർക്ക് ദോഷവും മനോവിഷമങ്ങളും ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ സന്താനങ്ങളെ സംബന്ധിച്ച് സന്താന ദുഃഖത്തിനും കാരണങ്ങൾ വരാവുന്നതാണ്. ദുഷ്കർമ്മങ്ങളുടെ ഫലാനുഭവങ്ങൾ ഇവർക്ക് ഏൽക്കാനും ഇടവരും. ശത്രുദോഷം, സ്ത്രീകളെ കൊണ്ടുള്ള ഉപദ്രവം, ദുഷിച്ച കൂട്ടുകെട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ രക്തസംബന്ധമായ അസുഖങ്ങളും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിശാലമനസ്കത, മതകാര്യങ്ങളിൽ താൽപര്യം, വിദേശ യാത്രക്ക് അനുകൂലം, കേസുകളിൽ വിജയം, ഇതെല്ലാം ഇവർക്ക് ഈ വർഷം ഉണ്ടാകുന്നതാണ്. സകലകാര്യ വിജയവും ഉണ്ടാകും. ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ടും വരും. ആഗ്രഹ സഫലീകരണം ഉണ്ടാകുന്ന ഒരു വർഷമാണ്. നല്ലൊരു വിവാഹം നടക്കാൻ സാധ്യതകൾ കാണുന്നുണ്ട്. സാമൂഹ്യമായി സാമ്പത്തികമായി ഉള്ള കാര്യങ്ങളിൽ, സാമൂഹ്യമായും സാമ്പത്തികമായും ഉള്ള കാര്യങ്ങളിലെല്ലാം ഇവർക്ക് വിജയം കൈവരിക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. പ്രവൃത്തി പരിചയം, ശാരീരിക ബുദ്ധിമുട്ട്, പ്രവൃത്തി പരിചയമല്ല, പ്രവൃത്തി പരാജയം, പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോയതാണ്. അതായത് പ്രവൃത്തി പരാജയം, പ്രവൃത്തികളിൽ ചില പരാജയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നല്ല ഭക്ഷണസിദ്ധി കിട്ടുവാനും ബന്ധുക്കൾ വഴി ഗുണമുണ്ടാവാനും, ബന്ധുഗുണമുണ്ടാകാനും സുഗന്ധദ്രവ്യങ്ങൾ കിട്ടാനും സാധ്യതയുണ്ട് ഇവരെ സംബന്ധിച്ച് ഈ വർഷം. ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഇവർക്ക് ഉണ്ടാവുന്നതാണ്.
മനക്ലേശങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ബന്ധുമിത്രാദികളുമായി ചിലപ്പോൾ വിരോധം ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട് ഈ വർഷം. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഇവർക്ക് കഴിയുന്നതാണ്. അഭിവൃദ്ധി ഉണ്ടാകും ഈ വർഷം. സർക്കാർ കാര്യങ്ങളിൽ വിജയം ഉണ്ടാവുകയും ചെയ്യും. വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഇവരെ സംബന്ധിച്ച് ഈ വർഷം അനുകൂലമാണ്. എന്നാൽ ചെലവ് വർദ്ധിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ധാരാളം യാത്രകൾ ചെയ്യാനും ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം പുലർത്താനും ഇവർക്ക് കഴിയും. എന്നാൽ മനക്ലേശം ഉണ്ടാകാനും ദുഃഖാനുഭവങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇപ്പൊ ആകെ നോക്കുമ്പോൾ ഇവരെ സംബന്ധിച്ച് ഇടവക്കൂറുകാരുടെ പുതുവർഷത്തെ ഫലം ഗുണദോഷ സമ്മിശ്രമായാണ് കാണുന്നത്. ഈ വിഷയത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.